അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുകയും പ്രവാചകൻ്റെ കൂട്ടുകാർ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആർക്കും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടാകരുതേ എന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. ഞാനിവിടെ പറയുന്നത് പ്രിയപ്പെട്ട ഉസ്താദുമാരോടാണ്. നമ്മുടെ നാട്ടിൽ ഒരു പള്ളിയുണ്ടാക്കുകയും അവിടെ ജമാഅത്തും പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും പ്രസംഗങ്ങളും നടക്കുക എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുവിൻ്റെ പള്ളിയാണ്. ആ പള്ളിയിലേക്ക് നടന്നു വരുന്നതും അവിടെ ഇബാദത്ത് ചെയ്യുന്നതും അവിടെ ജമാഅത്ത് നിർവഹിക്കുന്നതും എല്ലാം വലിയ പുണ്യമുള്ള കാര്യവുമാണ്. നമുക്കാർക്കും അത് തർക്കമില്ല. എന്നാൽ നമസ്കരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്കിട്ട് ദിക്റുകളും ദുആകളും പുറത്തേക്ക് ശബ്ദമിട്ട് എന്തിനാണ് പ്രിയപ്പെട്ട ഉസ്താദുമാർ എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പ്രസംഗമാണെങ്കിൽ അത് കേട്ട് ജനങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവാം. മറിച്ച് പാട്ടും ദിക്റും ശബ്ദ മലിനീകരണമുണ്ടാക്കി ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണ്? നമ്മുടെ പള്ളിയുടെ അടുത്ത് നമ്മൾ മാത്രമല്ല, പല വിഭാഗങ്ങളും താമസിക്കുന്നുണ്ട്. ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ നിങ്ങൾ വഴിയുണ്ടാക്കരുത്. ഇസ്ലാം ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. പ്രയാസങ്ങളുള്ള ഒരു ഇബാദത്തും അള്ളയും റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുമില്ല. തീർച്ചയായും തൻ്റെ അയൽവാസികളെ ഇത്തരത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഉസ്താദുമാർ ആലോചിക്കുന്നത് നല്ലതാണ്. മൗലൂദും റാത്തീബും ഹദ്ദാദും ദിക്റും കുതുബിയത്തുമെല്ലാം നമുക്ക് നമ്മുടെ പള്ളിയിൽ ഒതുക്കിയാൽ പോരെ. എന്തിനാണ് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്? ഒരു മഹല്ലിൽ നിന്ന് ഒരു ഉസ്താദ് ജോലി മാറിപ്പോയാൽ പിന്നെ വരുന്ന ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തേക്കിട്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നത്. പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് അറിയാം ഈ പ്രയാസം. നിങ്ങളുടെ ശബ്ദങ്ങൾ കാരണം രോഗിയായി കിടക്കുന്നവർക്ക് സ്വസ്ഥമായി വിശ്രമിക്കാൻ കഴിയുന്നില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ശബ്ദം വീട്ടിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറുന്നു. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഉറങ്ങാൻ കഴിയാതെ ഉമ്മമാരും കുഞ്ഞുങ്ങളും പ്രയാസപ്പെടുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു വെറുപ്പോ വൈരാഗ്യമോ കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള വെറുപ്പ് കൊണ്ടുമല്ല. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിനെയും പ്രവാചകനെയും സ്നേഹിച്ചത് കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രിയപ്പെട്ട ഉസ്താദുമാരും ഞാനും ശ്രദ്ധിക്കുന്നത് നന്നാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.